നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും. ചിലർക്ക് ഒന്നിലധികം ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാവും. പക്ഷേ ഈ അക്കൗണ്ടിൽ എല്ലാ മാസവും കൃത്യമായി ഒരു തുക മിനിമം ബാലൻസ് എന്ന നിലയിൽ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ ബാങ്കുകളിൽ നിന്ന് നമുക്ക് പിഴ ഈടാക്കാറുണ്ട്. ഇവിടെ മറ്റൊരു സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കാനറ ബാങ്ക് നമ്മളോട് ചോദിക്കുന്നു, മിനിമം ബാലൻസോ? എന്തിന്? വേണ്ട, നിങ്ങളുടെ മിനിമം ബാലൻസ് പരിധി ഞങ്ങളിതാ ഒഴിവാക്കുന്നു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് സന്തോഷ വാർത്തയുമായി കാനറ ബാങ്ക്. സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കി കാനറ ബാങ്ക് ഉത്തരവ് പുറപ്പെടുവിച്ചു. ശരാശരി പ്രതിമാസ ബാലൻസ് എന്ന നിബന്ധനയാണ് കാനറ ബാങ്ക് ഒഴിവാക്കിയത്. സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തീരുമാനം. ശരാശരി പ്രതിമാസ ബാലൻസുമായി ബന്ധപ്പെട്ട ചാർജുകൾ ഒഴിവാക്കുന്ന ആദ്യത്തെ പ്രധാന പൊതുമേഖലാ ബാങ്കായി ഇതോടെ കാനറ ബാങ്ക് മാറുകയാണ്. ഈ തീരുമാനത്തോടെ കാനറ ബാങ്കിലെ സേവിംഗ് അക്കൗണ്ട് ഉടമകൾക്ക് പിഴകളില്ലാതെ സീറോ ബാലൻസ് നിലനിർത്താൻ കഴിയും എന്നതാണ് ഇതിന്റെ മെച്ചം. ഉപഭോക്തൃ സൗകര്യം പരമാവധി മെച്ചപ്പെടുത്തുകയാണ് ഈ വമ്പൻ തീരുമാനത്തിലൂടെ കാനറ ബാങ്ക് ലക്ഷ്യമിടുന്നത്. സേവിങ്സ്, സാലറി, NRI, SB എന്നീ അക്കൗണ്ടുകൾ ഉള്ളവർക്ക് ഈ തീരുമാനം ഏറെ സഹായകരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജൂൺ മാസം 1-ാം തീയതി മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിലായി. FB അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിർബന്ധമാക്കാത്ത മുൻനിര പൊതുമേഖലാ ബാങ്കായി കാനറ ബാങ്ക് മാറുന്നുവെന്ന് ബാങ്ക് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചു. ഒരു SB ഉപഭോക്താവിനും അവരുടെ SB അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്താത്തതിന് പിഴകളോ ഫീസോ ഇനി മുതൽ നേരിടേണ്ടി വരില്ലെന്നും ബാങ്ക് പ്രസ്താവനയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ അക്കൗണ്ട് ഉടമകൾക്ക് മിനിമം ശരാശരി പ്രതിമാസ ബാലൻസ് നിലനിർത്തേണ്ടത് ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. ഈ നിബന്ധനകളിൽ വീഴ്ച വരുത്തുന്നവർക്ക് പിഴ നൽകേണ്ടിയും വന്നു. എന്നാൽ ഈ പുതിയ നയത്തിലൂടെ ഇനി അക്കൗണ്ട് ഉടമകൾക്ക് പിഴ നൽകേണ്ടി വരില്ല. ജോലിക്കാർ, മുതിർന്ന പൗരന്മാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി കാനറ ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഈ നീക്കം പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ബാങ്ക് വാർത്തകളോടൊപ്പം തന്നെ ഈ മാസം ബാങ്കുകൾക്ക് കൂടുതൽ അവധികൾ ലഭിക്കുന്ന ഒരു മാസമാണ്. അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഇടപാടുകാർക്ക് പ്രയോജനപ്പെടും. ഓരോ മാസത്തെയും ബാങ്ക് അവധികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പണമിടപാടുകൾ, ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ സ്വീകരിക്കൽ തുടങ്ങി വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ബാങ്കുകളെ ആശ്രയിക്കുന്നവർക്ക് അവധി ദിനങ്ങൾ അറിയാതിരുന്നാൽ ബാങ്കിൽ പോയി കാര്യം സാധിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരും. 2025 ജൂൺ മാസത്തിൽ ആകെ 12 ബാങ്ക് അവധി ദിനങ്ങളാണ് ഉള്ളതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ കലണ്ടർ വ്യക്തമാക്കുന്നു. ജൂണിൽ 2-ാമത്തെയും 4-ാമത്തെയും ശനിയാഴ്ചകളിലെയും ഞായറാഴ്ചകളിലെയും സാധാരണ വാരാന്ത്യ അവധികൾക്ക് പുറമെ ബക്രീദ്, രഥയാത്ര തുടങ്ങിയ ആഘോഷങ്ങളും ബാങ്ക് അവധികളായി വരുന്നുണ്ട്. അതിനാൽ ഈ മാസം ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവർ അവധി ദിനങ്ങൾ പരിശോധിച്ച് യാത്രാ സൗകര്യം ക്രമീകരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.